നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സുരേഷ് ചൈത്രമാണ്. നല്ല അടിപൊളി ഒരു ഫോറസ്റ്റ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചൂട് സമയമാണ്, വനത്തിലേക്കുള്ള യാത്രയ്ക്ക് പറ്റിയ സമയമാണ്, കുളിരേകുന്ന ഒരു യാത്രയായിരിക്കും. അപ്പോൾ ഈ നല്ല വേനൽക്കാലത്ത് നമുക്ക് ഒരു പച്ചപ്പ് തേടിയ ഒരു യാത്ര. ഏതായാലും നമ്മൾ നേരെ ശബരിമലയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. രാവിലെ ഇറങ്ങിയതാണ്. അവിടെ നേരെ കൊട്ടാരക്കര വഴി അടൂര് വഴി നേരെ നമ്മൾ പത്തനംതിട്ടയൊക്കെ ഇങ്ങനെ എത്തി അടിച്ചു പൊളിച്ച് ശബരിമല റൂട്ടിൽ കയറി അതുപോലെ തന്നെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ പ്ലാപ്പള്ളി വരെ എത്തുകയാണ്. അപ്പോൾ പ്ലാപ്പള്ളിയിൽ നിന്നാണ് നമ്മുടെ യാത്ര. മനസ്സിന് കുളിരേകുന്ന ഒരു പ്ലാപ്പള്ളി യാത്ര മാത്രമല്ല, അവിടുന്ന് നേരെ നമുക്ക് ഡ്രൈവ് ചെയ്ത് ടൂ വീലറിൽ പോകുന്ന ഇച്ചിരി റിസ്ക് ആണ് കേട്ടോ. ഇപ്പോൾ മഴ പെയ്യാത്തത് കൊണ്ട് വീട്ടിൽ ഇരുന്നിട്ടും വലിയ കാര്യമില്ല, എവിടെ പോയാലും ചൂടാണ്. എന്നാൽ പിന്നെ ഒരു വനയാത്ര ആയിക്കളയാം. പക്ഷെ ഈ പോകുന്ന റൂട്ടിനുണ്ടല്ലോ വലിയ ചൂടൊന്നുമില്ല കേട്ടോ. നല്ല വേനൽക്കാലമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നൊരു സ്ഥലമാണ് ഈ പ്രദേശം. അതുകൊണ്ട് മഞ്ഞും കോടയും ഒക്കെ ഉണ്ട്, മരങ്ങളൊക്കെ പച്ച പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഏതായാലും നമ്മൾ അടിപൊളിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ആസ്വദിച്ച് തന്നെ പോകണം. ടൂ വീലറിൽ പോയാൽ നല്ല സൂപ്പർ കാഴ്ചയാണ്. ഏതായാലും നമുക്ക് ഈ ഏകദേശം ഒരു അതിരാവിലെ ഇറങ്ങിയാൽ ഈ ശബരിമല റൂട്ടിൽ യാത്ര ചെയ്ത് രാജാപ്പാറയിൽ ഒക്കെ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് മനോഹരമായ വനത്തിന്റെ കാഴ്ചകൾ ഇങ്ങനെ ഓടിപ്പോകുന്ന കാഴ്ചകൾ തരികയാണ്. ഏതായാലും നല്ല മഴയും നല്ല സമയമൊക്കെ ആണെങ്കിൽ ശരിക്കും ആനകൾ വിഹരിക്കുന്ന ഒരു മേഖലയിൽ കൂടിയുള്ള യാത്ര സൂപ്പർ ടെസ്റ്റ് ആയിരിക്കും. എന്നാൽ ഇപ്പോഴും വേനൽക്കാലമായതുകൊണ്ട് ധാരാളം ആനകളുണ്ട്. ആനശല്യം രൂക്ഷമാണ്. അതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ ഒത്തിരി റിസ്ക് ഉണ്ട്. നോക്കിയും കണ്ടുമൊക്കെ പോകണമെന്ന് ഫോറസ്റ്റുകാർ പറയാറുമുണ്ട്. ആന ഇണചേരുന്ന സമയമൊക്കെയാണ് ചില സമയങ്ങളിൽ. അതുകൊണ്ട് രാവിലെ വരെ നമുക്ക് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതുവഴി പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം എന്ന് മാത്രം. ഏതായാലും നമ്മളിങ്ങനെ മനസ്സ് മടിച്ച് നിന്നിട്ട് കാര്യമില്ല. യാത്രകൾ പോകാൻ വിചാരിച്ചാൽ, മനസ്സിൽ തോന്നിയാൽ അപ്പോഴേ യാത്ര അറേഞ്ച് ചെയ്യുക. അപ്പോൾ പ്ലാപ്പള്ളി വഴി നമ്മൾ സീതത്തോട് വഴി നല്ല സൂപ്പർ ഫോറസ്റ്റ് ലൊക്കേഷൻ വഴി ഗവിയിലേക്കാണ് പോകുന്നത്. ആങ്ങാമൂഴി, മൂഴിയാറ്, ഗവി, കക്കി, സീതത്തോട്, എരുമേലി എന്നിങ്ങനെ എല്ലാ ലൊക്കേഷൻ കൂടി ചേരുന്ന പ്ലാപ്പള്ളിയിൽ എത്തിച്ചേർന്നിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് നല്ല ഒരു വൈബായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് മനസ്സിനെ മതിക്കുന്നത്. ചാറ്റൽ മഴ ഉണ്ടെങ്കിൽ കിടിലമായിരിക്കും. പക്ഷെ നേരത്തെ ചാറ്റൽ മഴയത്തും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഏതായാലും മഞ്ഞ വൈകുന്നേരം മൂടുന്നൊരു സമയം, എത്ര ചൂടായാലും വൈകുന്നേരം ഒരു കോട ഇറങ്ങുന്ന സുന്ദരമായ സ്ഥലമാണ് പ്ലാപ്പള്ളിയിൽ നിന്ന് മുമ്പോട്ട് യാത്ര. പിന്നെ അപ്പുറത്തുള്ള ആഹയും നിലയ്ക്കലും ശബരിമലയും ഒക്കെ ഉണ്ട് കേട്ടോ. തോമാസ് ലീഹ സ്ഥാപിച്ച ഒരു പള്ളിയൊക്കെ ഉണ്ട് അവിടെ. പ്ലാപ്പള്ളി കാടുകളിലൂടെ നല്ലൊരു യാത്രാനുഭവം നിങ്ങൾ ഇപ്പം പോയാൽ സൂപ്പർ ആയിരിക്കും. നല്ല അടിപൊളി കൂളിംഗ് ആയിട്ടുള്ള യാത്ര തന്നെയാണ്. സൈലന്റ് ആയ കാടും പെരിയാർ ടൈഗർ റിസർവും കേരളത്തിലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഗവി ഉൾപ്പെടുന്ന കാടിന്റെ എൻട്രി തുടങ്ങുന്നത് ഈ പ്ലാപ്പള്ളി മാതൃക ഫോറസ്റ്റ് സ്റ്റേഷൻ മുമ്പിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഗവിയിലേക്ക് പോകുന്നവർക്കുള്ള ടിക്കറ്റ് എടുക്കുന്നത്. പ്ലാപ്പള്ളി ഉൾപ്പെടുന്ന ആങ്ങമൂടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഏതായാലും ഈ സീതത്തോട് പഞ്ചായത്തൊക്കെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഏതായാലും ഒരു യാത്രയിൽ ഒത്തിരി കാഴ്ചകൾ കാണാൻ നിങ്ങൾ ഇതുവഴി തന്നെ പോകണം. അതായത് നമ്മുടെ വനങ്ങൾ എത്ര കണ്ടാലും മതി വരില്ല. രാവിലെ പോകണം യാത്രയ്ക്ക്, എങ്കിലേ നമുക്ക് ഉച്ചയ്ക്കൊക്കെ ഒരുപാട് ആനകളെയും മൃഗങ്ങളെയൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ അതിരാവിലെയും വൈകിട്ടും ഒക്കെ ആനകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക്. ഇപ്പോൾ രാജവമ്പാലയൊക്കെ ധാരാളമുള്ള കാടുകൾ ഒന്നാണ് പ്ലാപ്പള്ളിയിൽ നിന്ന് പോകുന്ന സീതത്തോട്, ആങ്ങാമുടി സ്ഥലമൊക്കെ ഏത് സമയം നമുക്ക് ആനകളെ വളരെ അടുത്ത് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ശബരിമലയ്ക്ക് പ്ലാപ്പള്ളി കൂടി പോകുന്ന ഏവർക്കും മനസ്സിന് നല്ല സന്തോഷം തരുന്ന ഒരു യാത്രയായിരിക്കും. സൈലന്റ് ആയ കാടുകൾ കാണാൻ കഴിയും. അതോ ഇവിടേക്ക് വരാൻ പത്തനംതിട്ടയിൽ നിന്നും 2 റൂട്ടും എരുമേലിയിൽ നിന്നും 1 റൂട്ടുമാണുള്ളത്. ഇതിൽ എരുമേലിയേക്കാൾ ബെറ്റർ ആണ് പത്തനംതിട്ട വഴിയുള്ള യാത്ര. പത്തനംതിട്ടയിൽ നിന്നും പെരുന്നാട്, ലാഹ വഴിയും അതുകൂടാതെ ചിറ്റാർ, ആങ്ങാമൂഴി വഴിയുമുള്ള യാത്രയിൽ ഇതിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൂട്ടാണ്. ബൈക്കിലാണെങ്കിൽ സൂപ്പറാണ്. കാടുകൾ ഏറ്റവും കൂടുതലുള്ള ആങ്ങാമൂഴി വഴി പ്ലാപ്പള്ളിക്കുള്ള യാത്ര, അയ്യപ്പനെ കാണാൻ സന്നിധാനത്തിലേക്ക് പോകുന്ന ആളുകളും മറ്റും ഈ പല സ്റ്റേറ്റുകളിൽ നിന്നും വരുന്നവരുണ്ട്. അവരെല്ലാം ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ സീസൺ അല്ല, ശബരിമലയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ആണ്. സീസൺ അല്ലാത്തപ്പോൾ വഴിയിൽ ആനയും മ്ലാവും കാട്ടുപോത്തും ഭാഗ്യമുള്ളവർക്ക് കടുവയും ഒക്കെ കാണാൻ കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടോ, ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്രകളിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ടുള്ള വഴിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴി കൂടിയാണ്. സീസൺ സമയത്തും അല്ലെങ്കിൽ ഓൺ വേയും ഇതുവഴിയാണ്. അല്ലെങ്കിൽ വർഷത്തിൽ നല്ല തിരക്കുണ്ടെങ്കിൽ മാത്രം ഗവി മാത്രം ലക്ഷ്യം വെച്ച് വരുന്നവർക്കും പ്ലാപ്പള്ളി കാടിലൂടെയുള്ള യാത്ര നല്ല ആസ്വാദനം ഉണ്ടാകും. പിന്നെ ആങ്ങാമൂഴി അത്യാവശ്യം ഹോട്ടൽസും ഹോം സ്റ്റേയും ലഭ്യമുള്ള സ്ഥലം കൂടിയാണ്. ഇനി ഗവിയിൽ പോകാൻ വന്നിട്ട് സമയം താമസിച്ചുകൊണ്ട് പോകാൻ പറ്റാത്തവർക്ക് ആങ്ങാമൂഴിയിലൊക്കെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കോന്നി, അടവി, കുട്ടവഞ്ചി കഴിഞ്ഞാൽ പിന്നെ കുട്ടവഞ്ചി ഉള്ള സ്ഥലം കൂടിയാണ് പ്ലാപ്പള്ളി ഉൾപ്പെടുന്ന ആങ്ങാമൂഴി എന്ന സ്ഥലം. നല്ല ചൂടുണ്ടെങ്കിൽ പക്ഷെ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നല്ല ഒരു കുളിർമ നമുക്ക് അനുഭവപ്പെടും.
പച്ചപ്പൂടിച്ച കാടാണ്. പ്ലാപ്പള്ളിയിലെ കാലാവസ്ഥ എന്നും ഇങ്ങനെയാണ്. മഞ്ഞും തണുപ്പും കോടയും ആനയും കാട്ടുപോത്തും എല്ലാ മൃഗങ്ങളും വിഹരിക്കുന്ന ഒരു സ്ഥലത്തെ ആനപ്പിണ്ടോ കിടക്കുന്നുണ്ട്. ഒരു സുന്ദരമായ യാത്ര, എത്ര കണ്ടാലും മതിവരാത്ത കാടിന്റെ വന്യമായ കാഴ്ചകൾ, കാടിന്റെ ഒരു മുളങ്കാടിന്റെ ആരവങ്ങൾ, അല്ലെങ്കിൽ ഇല്ലിക്കും പൊടിക്കുന്ന ആനയുടെ കാഴ്ചകൾ. ഭാഗ്യമുണ്ടെങ്കിൽ ധാരാളം ആനകളെ കാണാം. ഏതായാലും നിങ്ങൾ ആരും മടിച്ചു നിൽക്കണം. നല്ല ചൂട് സമയമാണ്. ഇപ്പോൾ ഒരു യാത്ര പോയാൽ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട് മടങ്ങി വരാം. ഒരു ദിവസം ചെറിയ തുകയ്ക്ക് വലിയൊരു യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ലതായി കാട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇവിടെ ആസ്വദിക്കാൻ പറ്റൂ. കാടിനെ ഇഷ്ടപ്പെടുക, കാട് നമ്മുടെ വീട് പോലെ കാണാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ ആ കാഴ്ച അല്ലെങ്കിൽ ആ യാത്ര വലിയൊരു ആസ്വാദനം തന്നെയായിരിക്കും. അപ്പോൾ തീർച്ചയായും മറക്കാതെ ഇതുവഴി പോവുക, കാഴ്ചകൾ കാണുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പത്തനംതിട്ട, പെരുന്നാട്, ലാഹ, പ്ലാപ്പള്ളി, ആങ്ങാമൂഴി, മൂഴിയാർ, ഗവി. പത്തനംതിട്ട, ചിറ്റാർ, ആങ്ങാമൂഴി, പ്ലാപ്പള്ളി, എരുമേലി, കണമല, പ്ലാപ്പള്ളി, ആങ്ങാമൂഴി എന്നിങ്ങനെ 3 റൂട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും സഞ്ചാരികളായ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. മനോഹരമായ കാഴ്ചകൾ കാണാം. ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി നിങ്ങൾക്ക് ഇതുപോലെ ധാരാളം യാത്രകൾ തരുന്നുണ്ട്. ഒരുപാട് പേര് പോകുന്നുമുണ്ട്. പോകുന്ന വഴിക്കൊക്കെ ട്രൈബൽസിന്റെ ഒക്കെ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈറ്റ മുറിക്കുന്നവരെയും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. വനക്കാഴ്ചകൾ ഒരിക്കലും നമുക്ക് മടുക്കാത്ത കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നമ്മൾ അടുത്ത ഒരു യാത്ര വീണ്ടും വനത്തിലേക്കാണ്. എന്നും വനയാത്രകളാണ് ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത്. വനത്തിലേക്ക് പോകുന്ന ഒരു സന്തോഷവും യാത്രയും കാഴ്ചകളും ഒന്നും നമുക്ക് മറ്റു കാഴ്ചകളിൽ കിട്ടാറില്ല. ഏതായാലും നിങ്ങളുടെ യാത്രകൾ ഇനിയും ശബരിമല റൂട്ടിലേക്ക് തന്നെ ആവട്ടെ. ഗവിയിലേക്ക് പോവുക, മനോഹരമായ കാഴ്ചകളാണ്. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ യാത്രാ കാഴ്ചകൾ കണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഒരുപാട് പേര് അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതുകൊണ്ട് ഇനിയും ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങളും അഭിപ്രായങ്ങൾ പറയണം. സ്ഥലങ്ങളൊക്കെ ചോദിച്ചാൽ പറഞ്ഞു തരും. അപ്പോൾ അടിപൊളി യാത്രയാണ്. പിന്നെ ഫോറസ്റ്റുകാർ അറിയാതെ വനത്തിലൊന്നും കയറാൻ പാടില്ല, ഡേഞ്ചറാണ്, കേസെടുക്കും. അപ്പോൾ നമുക്കിനിയും നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത അടിപൊളി ഒരു കാഴ്ചയുമായി വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.